നമസ്കാരം. ഇടതുകോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സിപിഎമ്മിൽ പൊട്ടിത്തെറി. മേയർ ആര്യ രാജേന്ദ്രനെ കുറ്റപ്പെടുത്തി മുൻ കൗൺസിലർ ഗായത്രി ബാബു രംഗത്തെത്തിയതോടെയാണ് പൊട്ടിത്തെറി പരസ്യമായത്. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവമാണെന്നും കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസാക്കി സ്വന്തം ഓഫീസ് മാറ്റിയെടുത്തുവെന്നും ഗായത്രി ബാബു ഫേസ്ബുക്കിൽ കുറിച്ചു. ആര്യയുടെ പേര് പരാമർശിക്കാതെയാണ് ഗായത്രി ബാബുവിന്റെ ഈ വിമർശനം. അധികാരപരമായി തന്നെക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരപരമായി മുകളിലുള്ളവരെ കാണുമ്പോൾ മാത്രമുള്ള അതിവിനയവും ഉൾപ്പെടെ കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസാക്കി സ്വന്തം ഓഫീസ് മാറ്റിയെടുത്ത സമയം. അപ്പോൾ തന്നെ കാണാൻ പുറത്തു വന്നിരിക്കുന്ന നാലാളെ കാണാൻ കൂട്ടാക്കിയിരുന്നുവെങ്കിൽ പ്രാദേശിക നേതാക്കളുടെയും സഖാക്കളുടെയും ആവശ്യങ്ങൾ കേൾക്കുവാനുള്ള പരിഗണനയെങ്കിലും കാണിച്ചിരുന്നുവെങ്കിൽ, കൗൺസിലിനുള്ളിൽ തന്നെ ഒരു നല്ല ടീം ഉണ്ടാക്കിയെടുത്തിരുന്നുവെങ്കിൽ കുറഞ്ഞ പക്ഷം ഇത്ര കനത്തിലാകുമായിരുന്നില്ല തിരിച്ചടി. ആര്യ രാജേന്ദ്രന്റെ കൗൺസിലിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിരുന്നു ഈ ഗായത്രി ബാബു. പോസ്റ്റ് വിവാദമായതിന് പിന്നാലെ ഗായത്രി പിൻവലിച്ചിട്ടുണ്ട്. ഈ കുറിപ്പിന്റെ പൂർണ്ണ രൂപം: ഏത് തിരിച്ചടിയിലും ഇടതുപക്ഷത്തെ ചേർത്ത് പിടിച്ച കോർപ്പറേഷനാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷൻ ഒഴികെ ബാക്കി എല്ലാ നഗരങ്ങളിലും LDFന് ലീഡുണ്ട്. ജില്ലാ പഞ്ചായത്ത് നിലനിർത്താനും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും മറ്റു രണ്ട് മുന്നണിയേക്കാൾ അധിക ഭരണസമിതി LDFനുണ്ട്. അതായത് പാർട്ടിയുടെ ജില്ലയിലെ പ്രവർത്തനം സംഘടനാപരമായി മികച്ചതാണ് എന്നർത്ഥം. അതേസമയം കോർപ്പറേഷനുകളാവട്ടെ LDF വിജയിച്ച വാർഡുകളിൽ ഏകദേശം എല്ലാ വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കോർപ്പറേഷൻ ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംവിധാനമാണ്. ജനങ്ങളോട് ഇടകിച്ചേർന്ന് വേണം പ്രവർത്തിക്കുവാൻ. ഏതു മുക്കിലും സധൈര്യം ഇറങ്ങിച്ചെല്ലാൻ മുൻപുള്ള മേയർക്കാകും. അവർ ഉണ്ടാക്കിയെടുത്ത ടീമിനും കഴിഞ്ഞിരുന്നത് ഈ ജൈവനാഡി ബന്ധത്തിനാലാണ്. ആ ജനകീയതയാണ് നഗരത്തിലെ പാർലമെന്ററി പ്രവർത്തനത്തിൽ LDFന് മുന്നോട്ട് നയിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ജനകീയതയാണ് ഇല്ലാതാക്കിയത്. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നെക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരപരമായി മുകളിലുള്ളവരെ കാണുമ്പോൾ മാത്രമുള്ള അതിവിനയവും ഉൾപ്പെടെ കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസാക്കി സ്വന്തം ഓഫീസ് മാറ്റിയെടുത്ത സമയം തന്നെ കാണാൻ വന്നിരുന്ന അല്ലെങ്കിൽ കാണാൻ പുറത്തു വന്നിരുന്ന നാലാളെ കാണാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ പ്രാദേശിക നേതാക്കളുടെയും സഖാക്കളുടെയും ആവശ്യങ്ങൾ കേൾക്കുവാനുള്ള പരിഗണനയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ, കൗൺസിലിനുള്ളിൽ തന്നെ ഒരു നല്ല ടീം ഉണ്ടാക്കിയെടുത്തിരുന്നുവെങ്കിൽ കുറഞ്ഞ പക്ഷം ഇത്ര കനത്തിലാകുമായിരുന്നില്ല തിരിച്ചടി. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ LDA പിടിച്ചെടുത്തതിന് പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രന് നന്ദി പറഞ്ഞിരിക്കുകയാണ് BJP പ്രവർത്തകർ. തിരുവനന്തപുരത്തെ ഭരണം NDA പിടിക്കാൻ കാരണം ആര്യയാണെന്നും നരേന്ദ്രമോദിയും അമിത്ഷായും ശ്രമിച്ചിട്ട് നടത്താൻ പറ്റാത്തത് വെറും 5 വർഷം കൊണ്ട് ആര്യയ്ക്ക് സാധിച്ചുവെന്നും ഒക്കെയാണ് കമന്റുകൾ. BJP വർഷങ്ങളായി കഷ്ടപ്പെട്ട് ശ്രമിച്ചിട്ട് നടക്കാതിരുന്നത് വെറും 5 വർഷം കൊണ്ട് നടത്തിക്കാണിച്ച തിരുവനന്തപുരത്തിന്റെ കുഞ്ഞുവാവ മേയർ ഊട്ടി. കട്ടുമുടിച്ചതിന് ജനം മറുപടി തന്നു. ഇനിയെങ്കിലും പാർട്ടിയെ മറന്ന് പ്രവർത്തിക്കാതെ ഇരിക്കുക, പറ്റില്ലെങ്കിൽ പാർട്ടി വിട്ട് പുറത്തു പോവുക, നന്ദിയുണ്ട് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. CPM അനുഭാവികളെന്ന് അവകാശപ്പെടുന്ന ചിലരുടെ കമന്റുകളും ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ വരുന്നുണ്ട്. സഖാവെ ഓർക്കണം, ഭരണവിരുദ്ധ തരംഗം മാത്രമല്ല, അതിലുപരി നിങ്ങളെപ്പോലെയുള്ള കുറെ ഊളകളുടെ അഹങ്കാരം കൂടിയാണ് ഇപ്പോഴത്തെ പരാജയ കാരണമെന്ന് മനസ്സിലാക്കിയാണ് നല്ലത്. നിങ്ങൾക്കൊക്കെ CPM പാർട്ടിയോടുള്ള വല്ല കൂറുമുണ്ടെങ്കിൽ പാർട്ടിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നിങ്ങളൊന്നും പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് എവിടെയും സംസാരിക്കാതിരിക്കുക എന്നതാണ്. സംസാരിച്ചാൽ സാധാരണ ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകലും. ഇന്നുവരെ ചുവപ്പിനില്ലാത്ത വോട്ട് ചെയ്യാത്ത സാധാരണ ഒരു പാർട്ടി അനുഭാവി എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. മേയർ സ്ഥാനാർത്ഥികളായി NDA ഉയർത്തിക്കാട്ടിയ VV രാജേഷ്, മുൻ DGP R ശ്രീലേഖ തുടങ്ങിയവരുടെ പ്രമുഖരെല്ലാം ഇത്തരത്തിൽ വിജയിച്ചു കയറുകയാണ്. LDF കോട്ടകൾ തച്ചുടച്ച മികച്ച ഭൂരിപക്ഷത്തിലാണ് ഇവരുടെ എല്ലാം വിജയം. ഏറെക്കുറെ അരനൂറ്റാണ്ടോളം തുടർച്ചയായി കോർപ്പറേഷൻ ഭരണം കൈയാളിയിരുന്ന LDFന് തിരഞ്ഞെടുപ്പ് കാലം, അതായത് ഈ ചുരുങ്ങിയ സമയത്ത് മാത്രമാണ് UDF ഭരിച്ചത്. എന്നാൽ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. നഗരസഭ കയ്യിലൊതുക്കുവാൻ വാർഡുകൾ വെട്ടിമുറിച്ചും കൂട്ടിച്ചേർത്തും വളഞ്ഞ വഴികൾ പലതും സംസ്ഥാന ഭരണത്തിന്റെ പിന്തുണയോടെ ചെയ്തു കൂട്ടിയെങ്കിലും ജനവിധിയെ സ്വാധീനിക്കാൻ അതിനൊന്നും കഴിഞ്ഞില്ല. മാറാത്തത് മാറുമെന്ന NDAയുടെ മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയായിരുന്നു. നിലവിലെ കോർപ്പറേഷൻ ഭരണത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് ഇടതുമുന്നണിയുടെ ദയനീയ പരാജയത്തിന് കാരണം. പ്രായം കുറഞ്ഞ മേയർ എന്ന ലേബലിൽ LDF അവതരിപ്പിച്ച ആര്യ രാജേന്ദ്രൻ അമ്പേ പരാജയമായിരുന്നു. തുടക്കം മുതലേ തന്നെ അത് വ്യക്തമായതുമാണ്. നിരവധി ആക്ഷേപങ്ങളും പരാതികളും ഉയർന്നെങ്കിലും മേയറെ മാറ്റുവാൻ CPM തയ്യാറായില്ല. പാർട്ടിയിലെ ഉന്നതരോടുള്ള അടുപ്പമാണ് ഇതിന് കാരണമെന്നാണ് CPMലെ തന്നെ പലരുമെന്ന് ചൂണ്ടിക്കാട്ടിയത്.
ഏറ്റവും ഒടുവിൽ KSRTC ഡ്രൈവറെ തടഞ്ഞ കേസിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മേയറെയും ഭർത്താവ് സച്ചിൻ ദേവ് MLA ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. 5 വർഷം മേയർ കസേരയിൽ ഇരുന്നെങ്കിലും ഇത്തവണ ആര്യ രാജേന്ദ്രൻ ഒരിടത്തു പോലും പ്രചാരണത്തിന് ഇറങ്ങിയില്ല. ജനങ്ങളുടെ എതിർപ്പ് ഒഴിവാക്കുവാൻ പാർട്ടി തന്നെ അവരെ മാറ്റി നിർത്തുകയായിരുന്നുവെന്ന് അണിയറ സംസാരം. എന്നാൽ ഇതിനേക്കാൾ വലിയൊരു സ്ഥാനം ആര്യയ്ക്ക് ലഭിച്ചേക്കുമെന്ന സൂചനയും മന്ത്രിമാർ ഉൾപ്പെടെ നൽകി. സംസ്ഥാന കോർപ്പറേഷൻ ഭരണത്തോടുള്ള ജനങ്ങളുടെ മടുപ്പ് വോട്ടായി മാറുകയായിരുന്നുവെന്നാണ് ഇടത് അനുകൂലികൾ തന്നെ സമ്മതിക്കുന്നത്. എടുത്തുകാട്ടുവാൻ നേട്ടങ്ങളൊന്നുമില്ലാതെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ചാണ് കോർപ്പറേഷനിൽ LDF പ്രചാരണത്തിന് ഇറങ്ങിയത്. മറിച്ച് NDAയും UDFും കോർപ്പറേഷൻ ഭരണത്തിലെ അഴിമതികളും സ്വജനപക്ഷപാതവും ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രചാരണം നയിച്ചത്. ആറ്റുകാൽ പൊങ്കാലയിൽ പോലും അഴിമതി നടത്തിയെന്ന പ്രചാരണം ശരിക്കും ജനങ്ങൾ ഉൾക്കൊണ്ടു എന്ന് വേണം കരുതുവാൻ. അത് വോട്ടായി പെട്ടിയിൽ വീഴുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് LDFിന് മുകളിൽ ഇടുത്തിയായി പതിച്ച ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും NDA വിജയത്തിന് കാരണഭൂതമായി. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമുള്ള ബന്ധവും ശക്തമായ പ്രചാരണ ആയുധമാക്കുവാൻ NDAയ്ക്കായി. കടകംപള്ളിയുടെ മണ്ഡലമായ കഴക്കൂട്ടത്തെ ഏറെക്കുറെ മുഴുവൻ വാർഡുകളും NDA കൈക്കലാക്കി. തലസ്ഥാന കോർപ്പറേഷൻ പിടിക്കേണ്ടത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് അത്യാവശ്യമായിരുന്നു. അനുഭവ പരിജ്ഞാനമില്ലാത്ത കെട്ടിയിറക്കപ്പെട്ടവനെന്ന ദുഷ്പേര് മാറ്റുവാൻ വിജയത്തിൽ കുറഞ്ഞതൊന്നും മതിയാകുമായിരുന്നില്ല. RSSന്റെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ അത് എളുപ്പത്തിൽ നേടുവാനും അദ്ദേഹത്തിനായി. പാർട്ടിയുടെ അധീനതയിലുള്ള സഹകരണ ബാങ്കിന്റെ രക്ഷാധികാരിയും കോർപ്പറേഷൻ കൗൺസിലറുമായിരുന്ന തിരുമല അനിലിന്റെ ആത്മഹത്യ NDAയെ ചെറുതായൊന്നുമല്ല വിഷമിപ്പിച്ചത്. സീറ്റ് കിട്ടാതെ വന്നതിന്റെ വിഷമത്തിൽ യുവനേതാവ് ജീവനൊടുക്കിയതും തിരിച്ചടിയാകുമെന്ന് ഭയന്നു. എന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം സുന്ദരമായി നേരിടാൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിനായി. ഇതിനൊപ്പം BJP പ്രകടന പത്രികയിൽ ഉയർത്തിക്കാട്ടിയ കാര്യങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചുവെന്ന് വേണം കരുതാൻ. നമുക്ക് വേണം വികസിത തിരുവനന്തപുരം, മാറാത്തത് ഇനി മാറുമെന്നതായിരുന്നു NDA ഉയർത്തിയ മുദ്രാവാക്യം. 2036 ഇന്ത്യയിൽ നടക്കുന്ന ഒളിമ്പിക്സിന്റെ ഒരു വേദി കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ച് തിരുവനന്തപുരത്ത് എത്തിക്കും. ഇതിലൂടെ തലസ്ഥാന നഗരിയിലെ യുവജനതയുടെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുമെന്നതായിരുന്നു പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. അധികാരത്തിൽ കയറി 45 ദിവസത്തിനകം തിരുവനന്തപുരം നഗരത്തിന്റെ സമഗ്ര വികസനത്തിനായി തയ്യാറാക്കുന്ന രൂപരേഖ പ്രസിദ്ധീകരിക്കും. 2030ഓടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരത്തെ മാറ്റും. കേന്ദ്ര പദ്ധതികൾ എല്ലാ വീടുകളിലും എത്തിക്കും. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മികച്ച ചികിത്സ, 24 മണിക്കൂർ ഡോക്ടറുടെ സേവനം, എല്ലാ വാർഡുകളിലും CSC കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. ഡിജിറ്റൽ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അഴിമതിരഹിത ഭരണം ഉറപ്പാക്കും. ഓഫീസുകൾ കയറിയിറങ്ങാതെ ഭരണം വീട്ടുപടിക്കലെത്തിക്കും. എല്ലാ വർഷവും വികസന പ്രോഗ്രസ് കാർഡ്, വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ സൂറത്ത് മാതൃകയിൽ പദ്ധതികൾ. കേന്ദ്ര സർക്കാർ സഹായത്തോടെ കോർപ്പറേഷനിൽ വീടില്ലാത്ത എല്ലാവർക്കും 5 വർഷം കൊണ്ട് വീട്. ജനങ്ങളും കോർപ്പറേഷനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ 100% ഓൺലൈനാക്കും. ഗംഗ ശുദ്ധീകരണ മിഷൻ മാതൃകയിൽ ആമയിഴഞ്ചാൻ, പാർവതി പുത്തനാർ പോലുള്ള ജലാശയങ്ങൾ ശുദ്ധീകരിച്ച് സംരക്ഷിക്കും. മാലിന്യ പ്രശ്നം പരിഹരിക്കും. പത്മനാഭസ്വാമി ക്ഷേത്രം, ഭീമാപ്പള്ളി, വെട്ടുകാട്, ആറ്റുകാൽ ക്ഷേത്രം എന്നിവ കേന്ദ്രീകരിച്ച് തീർത്ഥാടന ടൂറിസം പദ്ധതി തുടങ്ങുക എന്നതൊക്കെയായിരുന്നു പ്രകടന പത്രികയിലെ മറ്റു ചില വാഗ്ദാനങ്ങൾ. 10 വർഷമായി തീരെ ദയനീയ അവസ്ഥയിലായിരുന്നു UDF ഉയർത്തെഴുന്നേൽപ്പിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം 10 സീറ്റുകളിൽ ഒതുങ്ങി UDF അത്ഭുതം കാട്ടുമെന്ന് പറഞ്ഞതാണ് ഇത്തവണ മത്സരിക്കാനിറങ്ങിയത്. മുൻ MLA ശബരിനാഥനെയാണ് പോരിന് മുന്നിൽ നിർത്തിയത്. അത്ഭുതങ്ങൾ കാണിച്ചില്ലെങ്കിലും നില മെച്ചപ്പെടുത്താനായി എന്നത് UDFന് ആശ്വാസമാണ്.